അത് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ വന്നിരുന്നത്. അല്ല കല്യാണ വർക്കിന് വിടണം ആദ്യം നാളത്തെ. ഹലോ, അപ്പോൾ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറെ കാലമായി ആദ്യക്കൊരു ആഗ്രഹം. എന്തോ ആഗ്രഹം അറിഞ്ഞൂടാ, ആദ്യക്ക് അറിഞ്ഞൂടാ. അപ്പൊ ആദ്യം കുറെ ദിവസമായിട്ട് എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഒരുക്കണമെന്ന് പറയാണ്, അമ്മയൊന്ന് ഒരുക്കണമെന്ന്. പക്ഷെ ഞാൻ ഇതൊരു അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് അവനൊരു അവസരം ഞാൻ കൊടുക്കുകയാണ്. കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവന് ഇഷ്ടമുള്ളതല്ല എടുത്ത് അങ്ങോട്ട് നീങ്ങി. അവന് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് അവന് മേക്കപ്പ് ചെയ്യാം. കുറെ കുറെ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, അങ്ങനെ കുറെ ക്രീം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ മുഖത്ത് ഇപ്പം ഞാൻ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവന് ഇഷ്ടമുള്ള രീതിയിൽ നിന്ന് എടുത്ത് എനിക്ക് എന്നെ മേക്കപ്പ് ചെയ്യാം, തലയും കെട്ടാം. ഓക്കെ, സമ്മതമാണോ? നിനക്ക് ഇഷ്ടമാണോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു നിനക്ക് ഇഷ്ടമുള്ള സമയം തരാം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരുക്കാം. ഓക്കെ, ഇന്ന് നിന്റെ സമയം. ഇന്ന് നിന്റെ ദിവസം. ഓക്കെ, അവന് ഭയങ്കര ഇഷ്ടം ഒരുക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം. നല്ല ഉഷാറിലാണ് ആള്, അതെന്തറിയാമോ? അപ്പൊ കുറെ ദിവസം ഞാൻ ഒരുങ്ങനെ നോക്കിക്കൊണ്ട് അമ്മ ഈ പൊട്ട് ഞാൻ എടുത്ത് വെക്കട്ടെ, അതൊക്കെ അപ്പോ തുടങ്ങി. ഒരിക്കലേക്ക് ഡിന്നേഴ്സിന്റെ കുഞ്ഞോലാക്കല്ലേ, എന്റെ സാരം മൊത്തം തീർക്കുന്നുണ്ട്. അത് ക്രീമാണ് ഇടാനുള്ളതെന്ന് അറിയാം കേട്ടോ അവര്. ഓ, എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെയാണ് ഇടാനുള്ളതെന്ന്. മതി മതി അടപോടക്കാം. ഇതിൽ എത്ര മാസം കൊടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോ ചുവന്നിരിക്കുന്ന ചുവന്ന് തൊടുക്കും നോക്കിയോ. എല്ലാരും ആക്ക ചുണ്ടിലാക്കല്ലേ. ബണ്ണോ മൊത്തമായില്ലേ? ഇല്ല ഇല്ല, ഇതിന്റെ അത് റോസ് ക്രീമാണ്. ഇത് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അല്ല, ഫൗണ്ടേഷൻ ഇടാതിടാം. ഞാൻ എന്തൊക്കെ വാരിയിട്ടെന്ന് ദൈവത്തിന് അറിയാം. അവസരം ഏത് കുഴപ്പമില്ല. ആധാറിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഇരിക്കുമായിരിക്കും മിക്കവാറും. ആധാർ കാണിച്ച് ഞെട്ടും. മുടി അയ്യോ, വച്ചോണ്ട് പോണത്. മതി മതി, ഇനി അടുത്തത് നടക്കട്ടെ. ഒരു സൈഡ് മാത്രമേ എടുക്കുള്ളൂ, അപ്പുറത്തെ സൈഡും കൂടി ഉരച്ചോട്. ചുവന്ന് ലിപ്സ്റ്റിക് ഇടണ്ട, ചോട്ടോട് ലിപ്സ്റ്റിക് ഇടാം. ഒത്തത് ചുവന്ന് കാണല്ലേ. പൗഡർ കണക്കിനൊക്കെ ഇടേ. അത് കുഴപ്പമില്ല കേട്ടോ കേട്ടോ. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഞാൻ വന്നിരുന്നത്. അതെന്തിരി എന്ന് അരമണിക്കൂർ എനിക്ക് ഇതിനെ തന്നാ ഞാൻ വിളിക്കുമായിരുന്നില്ലേ. തുറയാ അപ്പൊ കാണിച്ചു കൊടുക്കണം, നീ ഏതൊക്കെയാണ് എടുക്കണേ പറ്റിയ പേരൊക്കെ പറഞ്ഞു. എന്റെ പേരറിയാമോ? അതൊന്നും പറഞ്ഞു കാണിച്ചോട്. തന്നെ അവിടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ എവിടെ? അല്ല, എവിടെ ഇപ്പൊ നല്ല കഴിവുണ്ടായിരുന്നു. ചായപ്പല കയറി. അയ്യോ, എന്നെ കുത്തി ഇളക്കതാ. ചെമ്മരിയാടിനെ വരയ്ക്കുന്നത്. എന്നെ തിരിച്ചറിയോ ലാസ്റ്റ്? അതെന്തിനീ? എന്താ ആവശ്യമുള്ള സാധനം ഉപയോഗിക്കണില്ല. ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഒരു കിട്ടല്ലേ ലിപ്സ്റ്റിക്, അത് മതി. കുറച്ചിടല്ലേ. പൗഡർ എല്ലാം ഇട്ടതിന് ശേഷം ഫൗണ്ടേഷൻ. ഓടി വരും. അല്ല കല്യാണ വർക്കിന് വിടണം ആദ്യം നാളത്തെ. അറിയാം കേട്ടോ. അവസാനം എൻ്റെ ലുക്ക് കണ്ടിട്ട് ഞാൻ പറയാം. ഗോപിയായിട്ട് പേടിക്കും എന്തായിരിക്കും. അതെന്തിരി ഗോവിന്ദൻ മണി. ലക്ഷ്യോടെ ലക്ഷ്യേ, നീ ഇതുപോലെ കാണണ മേക്കപ്പ് എല്ലാം കാണണ ആദ്യം ഇവനായി മേക്കപ്പ് മാനായി. അത് ലിപ്സ്റ്റിക് അത് വേണം. മേക്കപ്പ് മാനിന്റെ ഒന്നും അറിഞ്ഞൂടെ? അയ്യോ, ആട്ടുകുട്ടി വരയ്ക്കാൻ വേണം. അപ്പൊ അവിടെ നിങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും
ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ പണ്ട് അലച്ച് ആ കുരുവിൽ എങ്ങനെ വെക്കാൻ? കുരുവിലൊന്നും നീ വെക്കണ്ട. ഇത് കട്ടറില്ലേ? ഇനി കട്ടർ വേണം. അല്ലേ ആദ്യം നിന്റെ അടുത്ത് ഞാൻ എന്നെ ഒരുക്കാനാണ് പറഞ്ഞത്, എന്നെ ഇല്ലാതാക്കാനല്ല. അയ്യോ എന്റെ കണ്ണ്, അയ്യോ എന്റെ കണ്ണ്, കണ്ണിന് പിടിക്കും, കണ്ണിന് വേണ്ടേ വേല. അപ്പൊ അങ്ങനെ ആയതാണ്. അത് നീ എവിടെ ഓടിടണ്ട, ഓടിട അത് ചുണ്ടിലെട്ടനെയാണ് വേണ്ട. പിന്നല്ലാതെ പറഞ്ഞ കറക്റ്റ് ആയിട്ട് ഇടണം. അപ്പോഴാണ് കറക്റ്റ് ആയ. ഇത് മറ്റേ കൊച്ചിങ്ങനെ ഇപ്പൊ ഒരു സിനിമയിലെ മറ്റേ കുതിര വന്ന് അതിന്റെ സലിം അല്ല കൊച്ചിങ്ങനെ ഇവരെ ചുണ്ടിലാണ് കടിക്കണേ. കൊച്ചിങ്ങനെ ഇവരെ ചുണ്ടിൽ വന്ന് അതേ അവസ്ഥ. സ്ഥലം ഉണ്ടോ നോക്കണോ? പയ്യ വരയ്ക്കണേ, കണ്ണിലല്ലേ പയ്യ വരയ്ക്കണേ, പിന്നകത്ത് പോലെ. ഓ അങ്ങനെ ഇവനെ പഠിപ്പിച്ചെടുക്കണം കേട്ടോ മേക്കപ്പ്. ഞാൻ മാസം തോറും 5000 രൂപ പ്രോഡക്റ്റ് വാങ്ങിയിട്ട്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ച സാധനം കിട്ടിയെന്ന്. അയ്യോ അവനെ കൊന്ന ഞാനെടുത്തരാം. കറക്റ്റ് ലിഫ്റ്റ്, കറക്റ്റ് കുറി, പൗഡർ, ഫൗണ്ടേഷൻ എല്ലാം കറക്റ്റ്. എല്ലാം കറക്റ്റ്. നാടോടി നൃത്തത്തിനായിട്ടാ ഞാൻ പോണ. ഇവിടെ കൊണ്ട് കെട്ടി എനിക്കൊരു സംശയം ഇല്ലാതില്ല, ഇവ വല്ല നാടോടി നൃത്തത്തിന് ഒരുക്കണേന്ന്. ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഒന്നും വെച്ചോ പോര്. അതെങ്ങനെയാണ് പൊളിക്കുന്നത് പൊട്ടിച്ചെടുത്ത് അമ്മ വായി തുറന്നു പറഞ്ഞത്. ഇവിടെ ഞാൻ അലങ്കോലാക്കല്ലോ. അതിന് എന്തിനൊന്ന് ഇനി അത് മാത്രമാണ് വിളിച്ചോ. എവിടെ നോക്കണ എവിടെയെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോന്ന്. എവിടെയെങ്കിലും നീ ഫൈനൽ ഔട്ട് കഴിഞ്ഞൊക്കെ പറയാം. നിന്റെ വർക്ക് കഴിഞ്ഞോണ്ട് പറയാം. പൈസ വാങ്ങിച്ച് വെക്കോളൂ. പൈസ വാങ്ങിച്ച് അപ്പൊ തന്നെ എസ്കേപ്പ് ആയിക്കോളും. ആ നിമിഷം നീ ഇവിടെ പൊയ്ക്കോളൂ. ഇത് ഞാനേ കണ്ടു വീട്ടിൽ പഠിക്കാവുന്നേ. മതി മതി. അവ ഒരുക്കിയതുകൊണ്ട് ചിരിച്ചത്. ഇപ്പാണ് കറക്റ്റ്. നീ നാളെ തൊട്ട് മേക്കപ്പ് ഇടാനും കൊടുത്താൽ മതി. ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം കോണ്ടാക്ട് ചെയ്യുക. ആർക്കെങ്കിലും വെഡിങ്ങിനോ വല്ല ഫംഗ്ഷനോ മേക്കപ്പ് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ആദിത്യൻ മേക്കപ്പ് മാൻ. എവിടെ കേരളത്തിൽ എവിടെ ലോകത്ത് എവിടെ വേണമെങ്കിലും വന്ന് മേക്കപ്പ് ചെയ്താൽ ഫ്രീ ആയിട്ട്. ഇതുപോലെ വൃത്തിക്കും വേണേ ആധാർ കാർഡിൽ വെക്കാനുള്ള ഫോട്ടോ. ഓക്കെ ആയില്ലടാ. മതിയോ? എന്തെങ്കിലും ബാക്കിയുണ്ടോ? അത് ലിപ്സ്റ്റിക് ആണ്. അതിന്റെ ആവശ്യമുണ്ടോ? ചുണ്ട് വരച്ചു കൊടുക്കണതാ? ചുണ്ടില്ല എനിക്ക്. മതിയായിരിക്കും. ശരി ഇനിയൊന്നും ഇല്ലല്ലോ. എന്തുന്നുണ്ട്? അരിയില്ല. എന്ത് സാധനം ഉണ്ട്? അയ്യോ അവിടെ കൊണ്ടുപോകണം. അതവിടെ കൊണ്ട് ശരി. അവിടെ ശാലം കറുപ്പിന്റെ കുറവുണ്ടായിരുന്നു. ആ സ്കൂൾ ബാഗും കൂടെ എടുത്ത സ്കൂളിൽ വിടാം. ഇത് 1 വയസ്സായ കൊച്ചിനെ അവനെ ചിരി സഹിക്കാൻ മതിയായിരിക്കും. ചെക്കന്റെ കയ്യിൽ പൂമാല കിട്ടിയത് പോലെയാണ്. കുഴപ്പമില്ല, നന്നായിട്ടായിരിക്കും.
ഇത്ര അടിപൊളിയായിട്ട് ഒരുക്കുന്ന കണ്ണിടാ കണ്ണിട്ടാതിരിക്കാനാണെന്ന് തോന്നുന്നു. അത് ഒന്നുമില്ല, അത് മതി അത് മതി. അയ്യോ പണിമാളിയാണ്. കുളമാക്കാടാ ആദ്യം. നന്നായി ഇത്ര നന്നായിട്ട് ചെയ്തിട്ട് ഇനി കുളമാക്കരുത്. അയ്യോ ഇനി എന്തിനീ എന്തായാലും എന്റെ കൂന്തലുകൾ എന്റെ കൂന്തൽ കളറുകൾ ശരിക്കും നാടോടി നൃത്തത്തിൽ എനിക്കൊരു നാടോടി നൃത്തമുണ്ട് നൃത്തമായിട്ട്. അത് പിന്നെ സഹിക്കാം. കണ്ണ് കിട്ടാതെ ഓക്കെ, ഫിനിഷിംഗ് പോയിന്റിലായിട്ട് നടക്കുകയാണ്. ഇനി 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റിനുള്ളൂ. 1 മിനിറ്റിനകത്ത് 1 മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ള ടച്ചപ്പുകളൊക്കെ ചെയ്യുക. ബാക്കിയെല്ലാം ഓക്കെയാണ്. 55, 56, 57, 58, 59, 60 ഫിനിഷ്. ഇനി ആ കണ്ണാടി എടുത്ത് കൊടുക്കൂ. കണ്ണാടി എടുത്ത് കൊടുക്കൂ. എനിക്ക് ഇത്രയും ചന്തം ഉണ്ടായിരുന്നു. ആരെ പോലെ ചാന്തോട്ട്. ഓക്കെ, എന്നാലും നമുക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് പേടിക്കുന്ന സമയത്തൊക്കെ കൊള്ളാടാ, കറക്റ്റ് ആയിട്ടുണ്ടോ? നല്ല നല്ല കുരിശ കുരിശ് പൊട്ട് വെച്ചതിന്റെ കണ്ണ് കിട്ടാതിരിക്കാൻ എന്റെ മൂക്കുത്തിരി കറപ്പിച്ചതാ. ഞാൻ പറയല്ലോ, കൊച്ചിങ്ങനെ സിനിമയിലെ കുതിര ഒന്ന് ചുണ്ടി കടിച്ചിട്ട് അതേപോലെ ഇരിക്കും. ഇത് എനിക്ക് പെൺവേഷം കെട്ടിയ പോലെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. ഇനി എവിടെ കേറാറുണ്ട്. അപ്പൊ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു. അപ്പോ ഇത് ആദ്യം ആഗ്രഹം സാധിച്ചു. ഇന്നത്തോടെ നിന്റെ ആഗ്രഹം നീ വെച്ച് നിർത്തിക്കോ. ഇനി മേലെ അല്ലെങ്കിൽ ആഗ്രഹം പറഞ്ഞിട്ട് എന്റെ അടുത്ത് അയ്യോ വേണ്ട. ഇനി അടുത്ത വർഷം ഇതിന് നാളെ പുരോഗതി ഉണ്ടാകുന്ന നോക്കുന്നത്. അടുത്ത വർഷം ഓക്കെ. അപ്പൊ ഞാൻ കളയാൻ കേറാലോ. ഒരു കാര്യം പറയുന്നത്, ഇതിപ്പോ ആദ്യം ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനേക്കാളും പോയി എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ. എന്റെ അതെ, അടുത്ത എന്നെ ഒരുക്കാനാ? ഇല്ല, എന്നെ ഒരുക്കണോ? നിന്നെ ഞാൻ ഒരുക്കാൻ. സെക്കൻഡ് വീഡിയോ ഇതിൽ എത്ര മാർക്ക് കൊടുക്കാം? ആദ്യം ഇതില് 100-ല് ഒരു 99 കൊടുക്കാം. 15 മാർക്ക് കൊടുക്കാം. നീ പറ എത്ര മാർക്ക് നിനക്ക്? 100-ൽ എത്ര മാർക്ക് കാണും ഇത് ഒരുക്കിയത് കണ്ടിട്ട്? 100-ൽ 100. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ചലഞ്ച് വീഡിയോ ആയിരുന്നത്. ആദ്യയുടെ ചലഞ്ച് വീഡിയോ ഇവിടെ സമാപനം. അതാണ് ഇത് ഒരുക്കിയത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യയുടെ മേക്കപ്പ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.